കറുത്തപറമ്പ് മോലിക്കാവിൽ തേങ്ങ വലിക്കുന്നതിനിടെ 4 തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. ഗോതമ്പ് റോഡ് സ്വദേശി കണ്ണൻകുട്ടി, കൂവപ്പറമ്പത്ത് വാസു എന്നിവർക്കും തേങ്ങ പെറുക്കിയിടാൻ സഹായികളായെത്തിയ 2 സ്ത്രീകൾക്കുമാണ് കുത്തേറ്റത്. സാരമായി കടന്നൽ കുത്തേറ്റ കണ്ണൻകുട്ടിയെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കറുത്തപറമ്പ് മോലിക്കാവിൽ തേങ്ങ വലിക്കുന്നതിനിടെയാണ് 4 തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റത്. ഗോതമ്പ് റോഡ് സ്വദേശി കണ്ണൻകുട്ടി, കൂവപ്പറമ്പത്ത് വാസു എന്നിവർക്കും തേങ്ങ പെറുക്കിയിടാൻ സഹായികളായെത്തിയ 2 സ്ത്രീകൾക്കുമാണ് കടന്നലിൻ്റെ കുത്തേറ്റത്. തെങ്ങിൻ്റെ മുകളിൽ കൂടുകൂട്ടിയിരുന്ന കടന്നൽ കൂട്ടം തേങ്ങ വലിക്കുന്നതിനിടെ ഇളകിയാണ് ഇവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. വലിയ പറമ്പിലുള്ള സ്വകാര്യ വ്യക്തിയുടെ മോലിക്കാവിലെ പറമ്പിൽ രാവിലെ ജോലിക്കെത്തിയപ്പോഴാണ് സംഭവം. കൂട്ടത്തിൽ സാരമായി കടന്നൽ കുത്തേറ്റ കണ്ണൻകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ബോധരഹിതനായി. ഉടൻ ഓടത്തെരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇവിടെ ഡോക്ടറില്ലെന്ന് പറഞ്ഞ് പ്രാഥമിക ചികിത്സ പോലും നൽകാതെ മടക്കി അയച്ചെന്നും ആക്ഷേപമുണ്ട്. അപ്പോൾ ഞങ്ങൾ തേങ്ങ വലിക്കാൻ വേണ്ടി കുബൈത്തിൻ്റെ മലയിൽ കറുത്തപറമ്പിൽ തേങ്ങ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പാനിക്കടന്നൽ ഇളകി 2 സ്ത്രീകളെയും കണ്ണൻകുട്ടി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ചാണ് തേങ്ങ വലിക്കുക. അപ്പോൾ അദ്ദേഹത്തെയും എന്നെയും പാനിക്കടന്നൽ ആക്രമിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി ജീപ്പ് വിളിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏറ്റവും സീരിയസ് പറഞ്ഞാൽ ബോധമൊക്കെ പോയി. ഇയാൾ മരണത്തെ മല്ലടിച്ച് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇവർ വളരെ ലാഘവത്തിൽ പറഞ്ഞത് ഇവിടെ ഡോക്ടറില്ലാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലായി വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായതാണ്. അപ്പോൾ ഒന്ന് ശരിക്കൊന്ന് ഓക്സിജൻ കൊടുക്കാനോ, ഓക്സിജൻ ഒക്കെ ഇല്ലാതെ തളർന്ന ഒരു സമയമാണ്. ഓക്സിജൻ കൊടുക്കാനോ പ്രഥമ ശുശ്രൂഷ ചെയ്യാനോ അവർ ശ്രമിച്ചില്ല. ഇവിടെ ഡോക്ടറില്ലാന്ന് പറഞ്ഞിട്ട് കഴിയുകയാണ് ചെയ്തത്. തുടർന്ന് മുക്കത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചാണ് ചികിത്സ നടത്തിയത്. ദേഹമാസകലം കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന കണ്ണൻകുട്ടി പിന്നീട് അപകടനില തരണം ചെയ്തെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. മറ്റു 3 പേർക്കും സാരമായി പരിക്കേറ്റിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മുക്കം.